സുമിത്രയ്ക്കുള്ള രജിസ്റ്റേർഡ് പോസ്റ്റുമായി പനക്കൽ വീട്ടിലെത്തുന്ന പോസ്റ്റ്മാൻ. വ്യവഹാരം തീരുന്നതുവരെ നമ്മളിവിടെ താമസിക്കാൻ പാടില്ലെന്ന്. ശേഖരനോട് സങ്കടം പറയുന്ന സുമിത്ര. ഗതികേടിന് ഞാൻ നിങ്ങൾ കുറച്ച് തുക വായ്പ വാങ്ങിച്ചു. അതിന്റെ പേരിൽ ഇത്രയും വലിയ മാനസിക പീഡനം, കുറച്ച് കടുപ്പം തന്നെ. സേതുലക്ഷ്മി കോവിലകത്തെത്തുന്നു. പ്രതാപവർമ്മ ഇതുവരെ അടങ്ങിയിട്ടില്ല സേതു. ഓരോ കാരണം ഉണ്ടാക്കി ആ കുട്ടിയെ ശകാരിക്കും. പലപ്പോഴും വർത്തമാനം അതിര് കടക്കും. മനസ്സിലുള്ള വിഷമം നന്ദന സേതുലക്ഷ്മിയോട് തുറന്നു പറയുന്നു. ഒറ്റപ്പെട്ടതുപോലെയായിരുന്നു കുഞ്ഞമ്മേ എന്നും എന്റെ ജീവിതം. കോൺട്രാക്ട് ജോലികളുടെ ഇടയിൽ അച്ഛൻ എപ്പോഴും എന്നോട് സംസാരിക്കാൻ സമയം കിട്ടുമായിരുന്നില്ല. അത്താഴം ഉണ്ണാനിരിക്കുമ്പോഴാ എന്തെങ്കിലും വർത്തമാനം പറയാം. അനിലയുടെ തിരോധാനം അന്വേഷിക്കാൻ പനക്കൽ വീട്ടിലെത്തുന്ന പോലീസ്. പുതിയ ജോലിക്കായി നന്ദന. ഇനി തുടർന്ന് കാണുക. പ്രതിഭ എത്തിയോ? വീട്ടിൽ പോയിട്ട് അമ്മയ്ക്ക് എങ്ങനെയുണ്ട് പ്രതിഭേ? അസുഖം കുറവുണ്ടോ? നല്ല മാറ്റമുണ്ട്. ഞാനിങ്ങ് പോന്നു. രാവിലെ തന്നെ 3 പേരും കൂടി എങ്ങോട്ടാ യാത്ര? 3 പേരില്ല, സേതുവും മോളുവേ പോകുന്നുള്ളൂ. എവിടെ പോവാ നന്ദനെ? ഒരു സ്ഥലം വരെ. ഇപ്പൊ അത്രയും അറിഞ്ഞാ മതി. ഞാൻ അറിഞ്ഞെന്ന് വെച്ച് എന്താ സേതു? അത്രയ്ക്ക് രഹസ്യമാണോ? രഹസ്യമൊന്നുമില്ല. ആണെങ്കി ഇങ്ങനെ പരസ്യമായിട്ട് പോവോ? വന്നിട്ട് പറയാം. ഇപ്പൊ സമയായി, അതുകൊണ്ടാ. ഇറങ്ങട്ടെ. എന്നാ വാ. എങ്ങനെയായാലും രാവിലെ എന്റെ ശകുനം മുടക്കണം. അതിന് നൊയമ്പെടുത്തിരിക്കുക ചിലര്. രാഷ്ട്രീയക്കാരെയും പിച്ചക്കാരെയും കൂടി എങ്ങോട്ടാണാവോ? പിരിവിന് പോവുകയായിരിക്കും. പ്രതാപേട്ടൻ രാവിലെ പിരിവിന് പോയിട്ട് വരികയാണോ? സേതുലക്ഷ്മി, എന്റെ അടുത്ത് വെളച്ചിലായിട്ട് വരില്ലേട്ടാ. നോക്കിയേ, തരക്കാരോട് പോയി കളിക്കട്ടാ. ഇങ്ങോട്ട് ചോദിച്ചതിനുള്ള മറുപടിയെ ഞാൻ അങ്ങോട്ടും പറഞ്ഞുള്ളൂ. ചോദ്യം ഏത് കൾച്ചറിലുള്ളതാണോ അതിനനുസരിച്ചായിരിക്കും ഉത്തരം. കൾച്ചറിനെ കുറിച്ചൊന്നും പറയണ്ട. പെണ്ണുങ്ങൾ നേരം വെളുക്കണതിന് മുമ്പേ വേഷം കെട്ടി ഊരു ചുറ്റാൻ നടക്കണതല്ലേ ഈ സംസ്കാരം? അല്ല, യാത്രയപ്പിന് നിക്കണതല്ലാതെ കൂടെ പോണ്ടാവോ? ആവശ്യമുണ്ടെങ്കിൽ പോയിരിക്കും. ആവശ്യം വരില്ല. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞവർക്ക് തീരെ ഡിമാൻഡില്ല. രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും പെണ്ണുങ്ങൾക്ക്, ചെറുവാല്യക്കാരികൾക്കാണ് മുൻഗണന. പ്രതാപേട്ട? അതെ, പ്രതാപേട്ടൻ തന്നെ. 3 മുഴം നീളത്തിൽ നിങ്ങളുടെ അമ്മയും മക്കളേ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഒക്കെ കാര്യം പറയലോ, എന്നിട്ട് കാണിക്കുന്നതോ ഇപ്പൊ തന്നെ ഈ പെണ്ണിനെ ഏതോ മന്ത്രിക്കോ നേതാവിനോ പരിചയപ്പെടുത്താൻ കൊണ്ടുപോകുകയാണെന്ന് ഈ പ്രതാപവർമ്മയ്ക്ക് ഉറപ്പാ. പ്രതാപവർമ്മ സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ എന്റെ ആവശ്യത്തിന് സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാ ഇവിടത്തെ മൂത്ത മോളുടെ കുടുംബം തട്ടുകേടില്ലാതെ മുന്നോട്ട് പോകുന്നത്.
ഇനി സൂക്ഷിക്കേണ്ടതേ നിങ്ങൾ അവിവാഹിതയായ ഈ മകളുടെ ഇവള് വാലില് കെട്ടിക്കൊണ്ട് നടക്കുന്ന ഈ പെൺകുട്ടിയുടെ കാര്യത്തിലെ നിങ്ങൾ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. രാഷ്ട്രീയം എന്ന് പറഞ്ഞ് വിലസാൻ പോകുന്ന പെണ്ണുങ്ങളുടെ ചരിത്രമൊക്കെ എനിക്കറിയാം. രാഷ്ട്രീയ ഭാവി തകർന്നു പോകുമെന്ന ഭയമുള്ളത് കൊണ്ട് പലരും കല്യാണത്തിന് മുമ്പേ പ്രസവിക്കുന്നില്ല എന്നേ ഉള്ളൂ. കീപ് യുവർ ലിമിറ്റ്സ്. പിന്നെ നിങ്ങളെപ്പോലൊരു ഞരമ്പ് രോഗിക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയൂ. പ്രതാപേട്ടൻ ഇപ്പൊ പറഞ്ഞ അനാവശ്യത്തിന് മറുപടി പറയേണ്ടത് വാക്കുകൾ കൊണ്ടല്ലെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ആയിപ്പോയി. അതിൽ എനിക്ക് ഷെയിം തോന്നുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. സംസാരിക്കണ്ട. നന്ദനയോട് നിങ്ങൾക്ക് കലിയുണ്ടെങ്കിൽ അത് മനസ്സിൽ സൂക്ഷിച്ചാൽ മതിയെന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രതാപേട്ടൻ എത്ര തുള്ളിയാലും ഇവിടുന്ന് എങ്ങോട്ടും പോവില്ല. കാണുമ്പോ കണ്ണുകടിയാണെങ്കിൽ നിങ്ങൾ വഴിമാറി നടക്കണം. രാവിലെ ശകുനം മുടക്കിയെന്ന് പറഞ്ഞല്ലോ. സത്യത്തിൽ ശകുനം മുടക്കിയത് ഞങ്ങൾക്കാ. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതാ. എനിക്കിതിലൊന്നും അതിര് കവിഞ്ഞ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് കാര്യമാക്കുന്നില്ല. ഇനി ഇത് ആവർത്തിച്ച ബുദ്ധിമുട്ടും. വാ. ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ തീരുമാനിച്ചത് അച്ഛൻ പറഞ്ഞിട്ടായിരുന്നു? അല്ല, അച്ഛൻ അങ്ങനെയൊന്നും അടിച്ചേൽപ്പിക്കുന്ന സ്വഭാവമില്ലായിരുന്നു, പ്രത്യേകിച്ച് എന്നോട്. ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കോഴ്സിന് പോകണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. വെറുതെ എന്തെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് എന്തിനാ? ശരിയാണ്. ഇതിനു മുമ്പ് എവിടെയെങ്കിലും ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടോ നന്ദന? ഇല്ല. വീടിന്റെ അടുത്തുള്ള ട്യൂഷൻ സെന്ററിൽ പഠിപ്പിക്കാൻ വിളിച്ചിരുന്നു. സുമിത്രാമ്മ വിട്ടില്ല. എന്നെ ജോലിക്ക് വിട്ടുവന്ന് നാട്ടുകാരെ കുറ്റപ്പെടുത്തും പോലും. അതൊന്നും അല്ല, വീട്ടിലെ ജോലികൾ മുടങ്ങുമെന്നുള്ള പേടിയാ. ഒന്നോർത്ത സുമിത്ര ഒരു പാവോ. അവരുടെ വാക്കിന്റെയും പ്രവൃത്തിയുടെ ഉള്ളുകള്ളികൾ മറ്റുള്ളവർ മനസ്സിലാക്കുമെന്ന് തിരിച്ചറിയാനുള്ള കഴിവില്ല. കോവിലകത്തുള്ള ചിലരുമായി താരതമ്യം ചെയ്ത സുമിത്ര എത്ര ഭേദം. നിനക്ക് ജോലി ശരിയായി നിറഞ്ഞ പലരും കലിതുള്ളി തുടങ്ങും. അതൊന്നും നീ മൈൻഡ് ചെയ്യണ്ട കേട്ടോ. അതിപ്പോ ജീവിതത്തിന്റെ ഒരു ഭാഗമായതുകൊണ്ട് ഞാനത്ര ശ്രദ്ധിക്കാറില്ല. മറിച്ച് മനസ്സിൽ അവരോടൊക്കെ ഒരു സഹതാപാ തോന്നുന്നത്. അതെനിക്കിഷ്ടപ്പെട്ടു. ഗുഡ്. ആ, സ്ഥലം എത്താറായി. ചെറിയൊരു ഇന്റർവ്യൂ ഉണ്ടാവും. പേടിയൊന്നുമില്ലല്ലോ? കുഞ്ഞമ്മയല്ലേ എന്നെ കൊണ്ടുവന്നത്. നല്ല സ്ഥലം ആയിരിക്കുമെന്നറിയാം. പിന്നെന്തിനാ ഞാൻ പേടിക്കുന്നത്?
ഗുഡ് മോർണിംഗ്. രാജേഷ് മേനോൻ ഇല്ലേ? ഉണ്ട്. ഒരു മിനിറ്റ് ഇരിക്കൂ. ഇറ്റ്സ് ഓക്കെ. മാഡം നിങ്ങളോട് ചെല്ലാൻ പറഞ്ഞു. വാ. യെസ് കമൻ. വാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. ആ, ഇതാണ് ഞാൻ പറഞ്ഞ. പേരെന്താ? നന്ദന. ഫാഷൻ ഡിസൈനിങ്ങിൽ ഏതൊക്കെ കാറ്റഗറിയാണ് പഠിച്ചത്? അപ്പാരൽ മേക്കിംഗ്, പാറ്റേൺ ഡിസൈനിങ്, ഗാർമെന്റ് മേക്കിംഗ്, ആക്സസറി ഡിസൈനിങ്. അതൊക്കെയാ. സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. തരൂ. ഗുഡ്. സത്യത്തിൽ ആവശ്യത്തിന് സ്റ്റാഫ് ഉണ്ട് എനിക്ക്. പിന്നെ സേതുലക്ഷ്മി മാഡം പറയുമ്പോൾ നോ പറയാൻ പറ്റില്ലല്ലോ. സോ തിങ്കളാഴ്ച ജോയിൻ ചെയ്തോ. താങ്ക് യു. നന്ദന, എത്രയാണ് സാലറി പ്രതീക്ഷിക്കുന്നത്? ഞാൻ പറഞ്ഞോളൂ. എനിക്കറിയില്ല. യു ഡിസൈഡ്. ഓക്കെ, 10,000. ഇപ്പോൾ 10,000 രൂപ. പെർഫോമൻസ് അനുസരിച്ച് പിന്നെ നമുക്ക് ആലോചിക്കാം. എന്താ? അപ്പോൾ ശരി, മൺഡേ മുതൽ. താങ്ക്സ് എലോട്ട്. ഓക്കെ. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് ഓക്കെ. വാ. പോയിട്ട് എന്തായി ചെയ്തു? ഇവിടുന്ന് ഉദ്യോഗാർത്ഥിയായി പോയ ആള് ഉദ്യോഗസ്ഥയായി തിരിച്ചു വന്നിരിക്കുന്നു. ചുരുക്കത്തിൽ അത് നടന്നു. ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞമ്മയുടെ കൂടെയല്ലേ പോയത്. ജോലി ശരിയാവുന്ന എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതിന്റെ സന്തോഷം മോളുടെ മുഖത്ത് കാണാനും ഉണ്ട്. അപ്പോഴേ എനിക്ക് എന്തെങ്കിലും കഴിക്കണം, നല്ല വിശപ്പുണ്ട്. അപ്പൊ നിങ്ങൾ വഴിന്നൊന്നും കഴിച്ചില്ല? വഴിയെന്ന് കഴിക്കാനോ? നല്ല പാർട്ടിയാ കൂടെയുള്ളത്. ഒരു കടയുടെ മുമ്പിൽ നിർത്താൻ സമ്മതിക്കില്ല. വീട്ടിൽ ചെന്നിട്ട് കഴിക്കാന്ന്. കുഞ്ഞമ്മ ഡ്രസ്സ് മാറിയിട്ട് വന്നോ, ഞാൻ ദോശ ഉണ്ടാക്കാം. സരസ്വതിയോട് പറഞ്ഞാ മതി, മോളിപ്പോ അടുക്കള കേറണ്ട. സാരല്ല, ഞാൻ ഉണ്ടാക്കാം. സന്തോഷായി പാവത്തിന്. ആ, പുറത്തൊക്കെ പോയി ശുദ്ധവായു ശ്വസിക്കട്ടെ. സേതു പറഞ്ഞ പോലെ ഇതിനുള്ളിൽ ചടഞ്ഞിരുന്ന് എല്ലാവരുടെയും മുഷിച്ചിൽ കേൾക്കേണ്ട കാര്യമില്ല. പ്രതിഭേ, ഒന്ന് നിന്നേ. പിണങ്ങിയതാണോ? പിണങ്ങാനും ഇണങ്ങാനും ഒക്കെ നമ്മൾ ആരാ? ഇവിടത്തെ കാര്യങ്ങളൊന്നും ചോദിച്ചൂടല്ലോ. നിസ്സാര കാര്യത്തിന് ഇങ്ങനെ തുടങ്ങിയാലോ? ഇത്ര പാവമാണോ പ്രതിഭ? പോയ കാര്യം നടക്കൂ ഇല്ലയോ എന്നുള്ള നിശ്ചയമില്ലാത്തോണ്ടല്ലേ പറയാതിരുന്നത്. നന്ദനിക്കൊരു ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ടാ പോയത്. എന്നിട്ട് ശരിയായി. സർക്കാർ ജോലിയാണോ? അല്ല, ഒരു പ്രൈവറ്റ് കമ്പനിയില്. ശരി, എത്ര രൂപ ശമ്പളമൊക്കെ കിട്ടും? ശമ്പളം
ഒരു 25,000 ഞങ്ങൾ ചോദിച്ചത്. അവരൊന്നും പറഞ്ഞില്ല. ചിലപ്പോൾ അത് ഫിക്സ് ചെയ്യുമായിരിക്കും. 25,000 രൂപയോ? പ്രതിഭയ്ക്ക് സന്തോഷമായില്ലേ? ആ സന്തോഷമായി. എന്നാലും എന്റെ വിദ്യേട്ടത്തി, ഇങ്ങനെയുണ്ട് ഒരു ഗൂഢാലോചന. അപ്പൊ നമ്മളൊക്കെ ഈ വീട്ടിൽ ആരാ? നമുക്ക് എന്താ ഇവിടെ സ്ഥാനം? 2 ദിവസത്തേക്ക് ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വന്നപ്പോഴേക്കും നമ്മളിവിടെ അധികപ്പറ്റ പോലെ ആയില്ലേ? എന്താ പ്രതിഭ കാര്യം? ഈ വീട്ടിലെ പല അന്തർനാടകങ്ങളും നടക്കുന്നുണ്ട്. സേതുനാഥൂനാ അതിന്റെ ചരടുവലി. വിദ്യേട്ടത്തി അറിഞ്ഞില്ലല്ലോ നന്ദനിക്ക് സേതു ജോലി വാങ്ങിച്ചു കൊടുത്ത കാര്യം. ഞാൻ ചോദിച്ചപ്പോ സേതുനാഥും പറയാ 25,000 രൂപയാ ശമ്പളം എന്ന്. പിന്നെ നമ്മളാരും 25,000 രൂപ കണ്ടിട്ടില്ലല്ലോ. എന്റെ കുഞ്ഞമ്മയുടെ മോക്ക് ബാങ്കിൽ 1 ലക്ഷം രൂപയാ മാസ ശമ്പളം. സുമിത്രയുടെ വീട്ടിൽ അടുക്കളപ്പണി ചെയ്തതാണോ ഈ പെണ്ണിന്റെ ക്വാളിഫിക്കേഷൻ? 25,000 രൂപ സാലറി ഉളുവാന്നേ. അല്ലെങ്കിലും ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോ സ്വന്തം അമ്മയായ വിദ്യോടത്തിയോട് ഒരു വാക്ക് പറയേണ്ടതല്ലേ? ഒക്കെ സേതുനാഥിന്റെ വക്രബുദ്ധിയാ. ജോലി എന്നൊക്കെ ഞാനും കേട്ടു. എന്നിട്ട് എവിടെയാ പ്രതിഭ ജോലി കിട്ടിയത്? എവിടെയായാലും എന്താ? വിദ്യ അവൾക്ക് അകമ്പടി പോവാൻ ഉദ്ദേശമുണ്ടോ? പ്രദീപ് ഇപ്പൊ പറഞ്ഞത് വല്ലതും ശരിയാണോ? ആനേ, രാവിലെ സേതുനാഥനും നന്ദനയെ അണിഞ്ഞൊരുങ്ങി പോകുന്നത് കണ്ടു. ഞാൻ ചോദിച്ചപ്പോ ഒരു സ്ഥലം വരെ പോവാ പോലും. തിരിച്ചു വന്നപ്പോഴല്ലേ സംഭവം അറിയുന്നത്. എന്നോട് പറഞ്ഞിട്ട് പോയാൽ ഞാൻ എന്താ ഉദ്യോഗം മുടക്കാൻ ചെല്ലൂ? അപ്പൊ രഹസ്യം നമ്മളെന്താ ഈ വീട്ടിൽ പെട്ടവരല്ലേ? വീട്ടിൽ പെട്ടവരാരാ പെടാത്തവരാരാന്നേ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഈനാമ്പേച്ചിയെ ഇങ്ങോട്ട് കെട്ടിയെടുത്തപ്പോ തന്നെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ. അവള് ഇതിനകത്ത് അടങ്ങി ഒതുങ്ങി കഴിയൂന്ന് അന്ന് സേതുലക്ഷ്മി പറഞ്ഞു. എന്നിട്ടിപ്പോ ജോലിക്കൊന്നും പറഞ്ഞേ നാട്ടുകാരെ മുമ്പിൽ പ്രദർശിപ്പിക്കാനാ പരിപാടി. പ്രതാപേട്ടന്റെ മുഖത്ത് കരിവാരി തേക്കണം. അതാ സേതുലക്ഷ്മിയുടെ രഹസ്യ അജണ്ട. അവൾക്ക് കരിവാരി തേച്ചിട്ട് നാട് തണ്ടാൻ ഇറങ്ങി പോയാ മതി. അഴിച്ചു വിട്ടിരിക്കില്ലേ? ഒരു കല്യാണം കഴിഞ്ഞ് ഒതുങ്ങിക്കൂടാന്ന് പറഞ്ഞാലേ ആ ശവം കേക്കില്ല. അപ്പോ രാപ്പകലത്തെ ഈ സർക്കിട്ടുണ്ടല്ലോ നടക്കില്ല. നാത്തൂനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയുണ്ട് എല്ലാത്തിനും ചൂട്ടുപിടിക്കാൻ. അമ്മ മൂത്ത് നരച്ചിട്ട് അങ്ങനെ ഇരിക്കല്ലേ? മനുഷ്യന്റെ മനസ്സമാധാനം കളയാൻ കാലന് പോലും വേണ്ട തള്ളയെ. പ്രതാപേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? എന്റെ അമ്മയെ അവര്. എന്നിട്ടാ വിചാരം അവർക്കുണ്ടോ? നീ മോളാണെന്നുള്ള കൺസിഡറേഷനെ ആ സ്ത്രീക്കുണ്ടോന്ന്? മോൾക്ക് പണി തരാനായിട്ടേ മോളുടെ മോളെ പല്ലക്കിലേറ്റി കൊണ്ടു നടക്കല്ലേ ആ തള്ള. ആ പെണ്ണ് എവിടെയെങ്കിലും ജോലിക്ക് പോകുന്നോട് നമുക്കെന്താ? അത്രയും സമയം അവളെ ഇവിടെ കാണണ്ടല്ലോ. പ്രതാപേട്ടന്റെ കൺമുമ്പിൽ വരില്ലല്ലോ ശകുനം മുടക്കാൻ. അപ്പോ അവള് ജോലിക്ക് പോകണമെന്നാണ് നിന്റെ അഭിപ്രായം? എന്തെങ്കിലും ചെയ്യട്ടെ, അതുകൊണ്ട് നമുക്കെന്ത് കുഴപ്പം വരാനാ? അങ്ങനെ ഒഴുക്കനായിട്ട് പറഞ്ഞാ പോരാ. വ്യക്തമായ ആൻസർ കിട്ടണം എനിക്ക്. അവൾക്ക് ഉദ്യോഗം കിട്ടിയതിൽ വിദ്യയ്ക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടോ ഇല്ലയോ? ഒറ്റ വാക്കിൽ ഉത്തരം ഉണ്ടോ ഇല്ലേ? ഇല്ല. എങ്ങനെ ധൈര്യം വന്നു വിദ്യാഭാരതിക്ക് എന്റെ മുഖത്ത് നോക്കി ഇത് പറയാൻ? അവൾ ഉദ്യോഗം ഭരിക്കാൻ പോകുന്നതുകൊണ്ട് നമുക്ക് എന്ത് കുഴപ്പം വരാൻ പോകുന്നെന്നോ? ഒന്നുമില്ലേ? ആ ജന്തു ദിവസവും പുറത്തേക്ക് ഇറങ്ങുമ്പോ ആള് ചോദിക്കും ഏതാ എവിടത്തെയാന്ന്. അപ്പൊ നീ എന്ത് മറുപടി പറയും? ഭൂമി ഇത് പൊട്ടിമുളച്ചതാണെന്നോ അതോ മാനത്ത് നിന്ന് ഞെട്ടത്തിൽ വീണതാണെന്നോ? ഉദിയന്നൂർ കോവിലകത്തെയാന്ന് പറയുന്ന ഉറപ്പാ. പറയോലോ. പിന്നെ കോലോത്ത മുറ്റത്തെ കിളിർത്തു വന്നതല്ല. അപ്പൊ ഉദയന്നൂരുമായിട്ട് എന്ത് ബന്ധം?
ആരുടെ സന്തതി? ഒടുക്കവര് പറയും ഉദയന്നൂർ കോവിലിലെ വിദ്യാഭാരതിയുടെ മകളാണെന്ന്. ഞാനീ പറഞ്ഞത് നിഷേധിക്കാൻ കഴിയുമോ വിദ്യക്ക്? ഇല്ല. ബാക്കിയുള്ള ഹിസ്റ്ററിയെ ജനങ്ങൾ തിരക്കിക്കോളൂ. നിങ്ങൾക്കൊക്കെ ഇത് അഭിമാന, പക്ഷേ എനിക്ക് അപമാന. പ്രതാപവർമ്മ പിന്നെ ജീവിച്ചു എന്നിട്ട് കാര്യമില്ല. നന്ദന ജോലിയിൽ പ്രവേശിച്ചു എന്ന് അറിഞ്ഞത്. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ആ ജോലി ഞാൻ തെറിപ്പിക്കും. മര്യാദയ്ക്ക് അവൾ ആ ഉദ്യോഗം ഭരിക്കില്ല. അത് ഞാൻ സമ്മതിക്കില്ല. ഇതെന്റെ ശപഥ. എന്താ വിദ്യേട്ടത്തി? ഒന്നുമില്ല. നന്ദനയുടെ മുറിയില് എടത്തിന്ന് നോക്കുന്നത്? ഞാൻ ആ കുട്ടിക്ക് ഡ്രസ്സൊക്കെ കുറവാണെന്ന് തോന്നുന്നു. ആര് പറഞ്ഞു? നന്ദന വിദ്യേട്ടത്തിയോട് അങ്ങനെ വല്ലതും പറഞ്ഞോ? ഇല്ലില്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. സേതുലക്ഷ്മി വരുമ്പോ പുതിയ തുണികളൊക്കെ കൊണ്ടുവരുന്നുണ്ടെന്നാ തോന്നുന്നത്. എന്നോടൊന്നും പറയാറില്ല, ഞാൻ ഊഹിച്ചതാണേ. നന്ദന വന്നേ പിന്നെ സേതു എന്നോട് കുറച്ച് അകലെ വിട്ടാ നിൽക്കുന്നത്. നമുക്കെല്ലാരും ഒരുപോലെയാണേ. അല്ല, വിദ്യേട്ടത്തി എന്തിനാ നന്ദനയുടെ ഡ്രസ്സിന്റെ കാര്യം ചോദിച്ചത്? ജോലിക്കൊക്കെ പോകുമല്ലേ, അപ്പോ എന്താ പുതിയ ചുരിദാറൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ ഉദ്ദേശമുണ്ടോ? ഇല്ല, അറിയാന്ന് വിചാരിച്ച് ചോദിച്ചതാ. പ്രതിഭ ഇതാരോടും പറയും മറ്റും വേണ്ട. വിദ്യേട്ടത്തി അങ്ങനെയാണോ എന്നെ കുറിച്ചൊക്കെ വിചാരിച്ചത്? രഹസ്യം സൂക്ഷിക്കാൻ എന്നെ കഴിഞ്ഞാൽ മറ്റാരും ഉള്ളൂ. എടുത്ത് ധൈര്യമായിട്ടിരിക്കുന്നേ.